പോലീസിനെതിരെ വീണ്ടും കസ്റ്റഡി മർദ്ദന ആരോപണം. തൃശൂർ അരിമ്പൂർ സ്വദേശിയായ അഖിൽ യേശുദാസിനെ അന്തിക്കാട് എസ് ഐ ആയിരുന്ന അരിസ്റ്റോട്ടിൽ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റമേറ്റെടുത്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. യഥാർത്ഥ കുറ്റവാളിയെ പോലീസ് പിന്നീട് പിടികൂടിയെങ്കിലും പരാതി പറയാതിരിക്കാൻ ഭീഷണി ആവർത്തിച്ചുവെന്നും അഖിലും കുടുംബവും മീഡിയ വണ്ണോട് പറഞ്ഞു. ശ്വാസകോശത്തിന് തകരാറ് നേരിടുന്ന അഖിലിന്റെ ശസ്ത്രക്രിയ നാളെ നടക്കും. മറ്റൊരു പോലീസ് മർദ്ദനത്തിന്റെ കഥ കൂടി വെളിച്ചത്ത് വരികയാണ്. അന്തിക്കാട് എസ് ഐ ആയിരുന്ന അരിസ്റ്റോട്ടിലിൽ നിന്നും ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നാണ് അഖിൽ യേശുദാസ് എന്ന യുവാവ് ആരോപിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്തിനായിരുന്നു? സെപ്റ്റംബർ 2024 30-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിപ്പിക്കുകയാണ് മഹേഷ് എന്ന് പറഞ്ഞ സാറ്. അതായത് എൻ്റെ വണ്ടി ഏതൊരു ബൈക്കുകാരനെ ഇടിച്ചിട്ട് ഞാൻ നിർത്താണ്ട് പോയി എന്നായിരുന്നു എൻ്റെ പേരിലുള്ള ആരോപണം. അപ്പോൾ ഞാൻ അത് നിഷേധിച്ചു, കാരണം എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അപ്പനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി. ഞാൻ പറയണം എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല എന്ന് പറയണം. അപ്പോൾ മഹേഷ് എന്ന് പറഞ്ഞ സാറ് പറയണത് ഇത് 2500 രൂപയുടെ കേസുള്ളൂ, എന്നോട് സമ്മതിക്കാൻ പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ നീ എസ് ഐയോട് സംസാരിച്ചതുകൊണ്ട് നമ്മൾ എസ് ഐയോട് പോയി സംസാരിക്കണം. അപ്പോൾ എൻ്റെ അപ്പനെ ഞാൻ അനുകൂലമായിട്ട് എസ് ഐയോട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ എൻ്റെ അപ്പനെ അദ്ദേഹം തെറി പറയുന്നു. പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ IPC പഠിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെകിടത്ത് നോക്കി, എൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെകിടത്ത് നോക്കി ഒറ്റയടി. പിന്നെ എൻ്റെ മൊബൈലും അതുപോലെ തന്നെ വണ്ടിയുടെ ചാവിയും ബലമായിട്ട് പിടിച്ച് വാങ്ങിച്ചിട്ട് നിൻ്റെ അമ്മേനെ എനിക്ക് വേണം, അതുപോലെ പെങ്ങളെ വേണം, അപ്പോൾ നിൻ്റെ വണ്ടി ഞാൻ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ അടി. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ റെസിസ്റ്റ് ചെയ്തു.